അപ്പോൾ പരാജയം വിലയിരുത്താൻ CPIM പോൾ ബ്യൂറോ യോഗം ഇന്നും നാളെയും ഡൽഹിയിൽ ചേരും. പിണറായി വിജയൻ തന്നെയാണോ പ്രതിപക്ഷ നേതാവ് എന്നതിൽ PBയിൽ ഇന്ന് തീരുമാനമുണ്ടാകും. ഡൽഹിയിൽ തുടരുന്ന CPI ദേശീയ കൌൺസിൽ യോഗം കേരളത്തിലെ തിരിച്ചടി വിശദമായി വിലയിരുത്തും. വിവരങ്ങളുമായി ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്നും ശ്രീജിത്ത് തിരുവനന്തപുരത്ത് നിന്നും ചേരുകയാണ്. ആദ്യം നമ്മൾ പോകുന്നത് ബൽറാം നെടുങ്ങാടിയിലേക്കാണ്. ബൽറാം, വിജയിച്ചവരുടെ വഴി ഒരു ചർച്ച, പരാജയപ്പെട്ടവരുടെ വഴി വേറൊരു ചർച്ച, രണ്ടുപേരുടെയും വിഷയങ്ങൾ വ്യത്യസ്തമാണ്. അപ്പോൾ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തേക്ക് പിണറായി വിജയനെ പറയുമ്പോഴും അദ്ദേഹത്തിന് അതിൽ താല്പര്യമില്ലെങ്കിൽ KN ബാലഗോപാൽ എന്നൊരു ഓപ്ഷൻ കൂടി വരുന്നുണ്ട്. CPIയും CPIയും അവരുടേതായിട്ടുള്ള ചർച്ചകൾ എങ്ങനെ നമ്മൾ തോറ്റുവെന്ന ചർച്ച നടത്തുന്നുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് അജണ്ട, മറ്റു വിവരങ്ങൾ? വെരി ഗുഡ് മോർണിംഗ് ഹഷ്മി, ക്രിസ്റ്റീന. കേരളത്തിൽ ഇടതുപക്ഷത്തിനേറ്റത് കനത്ത പരാജയം തന്നെയാണ്. കണക്ക് കൂട്ടലുകൾക്ക് അപ്പുറത്തേക്ക് വലിയ പരാജയം ഏറ്റിരുന്നു. നേരത്തെ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പായി CPM പോളിറ്റ് ബ്യൂറോ കേന്ദ്ര കമ്മിറ്റി യോഗങ്ങളിൽ സംസ്ഥാന ഘടകം അവതരിപ്പിച്ച റിപ്പോർട്ടിൽ ഒരു തുടർ ഭരണത്തിനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. നേരിയ ഭൂരിപക്ഷത്തിനാണെങ്കിലും ഒരു മൂന്നാം സർക്കാർ കേരളത്തിൽ രൂപീകരിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ അതെല്ലാം അട്ടിമറിച്ചുകൊണ്ട് കനത്ത പരാജയം സംസ്ഥാനത്ത് ഏറ്റുവാങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. LDF 35 സീറ്റുകളിലേക്ക് ചുരുങ്ങിയിരിക്കുന്നു. ഇതെല്ലാം തന്നെ വിശദമായി തന്നെ നേതൃതലത്തിൽ ചർച്ച ചെയ്യേണ്ടതുണ്ട്. അതിനായുള്ള യോഗം CPIന്റെ പോളിറ്റ് ബ്യൂറോ യോഗം ഇന്ന് ആരംഭിക്കുകയാണ്. CPIയുടെ യോഗം കഴിഞ്ഞ 2 ദിവസമായി ഡൽഹിയിൽ നടന്നു വരുന്നു. ഇന്നും അത് തുടരുകയാണ്. ദേശീയ കൗൺസിൽ യോഗം ഇന്ന് സമാപിക്കും. CPIയുടെ CPIMനെ സംബന്ധിച്ചിടത്തോളം അടുത്ത പ്രതിപക്ഷ നേതാവ് ആര് എന്നുള്ള കാര്യത്തിലുള്ള തീരുമാനവും അത് സംബന്ധിച്ചുള്ള ധാരണയും ഇന്നത്തെ പോൾ ബ്യൂറോ യോഗത്തിൽ ഉണ്ടാകും. നിലവിലെ സാഹചര്യത്തിൽ പിണറായി വിജയൻ തന്നെ പ്രതിപക്ഷ നേതാവായി തുടരട്ടെ എന്ന തരത്തിലുള്ള അഭിപ്രായങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. അത്തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ഈ ഒരു കനത്ത പരാജയത്തിന്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹം മാറി നിൽക്കണം എന്നുള്ള നിലപാടും ഉയർന്നിട്ടുണ്ട്. ഇതിനകം തന്നെ ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം അല്ലെങ്കിൽ ഒരു ധാരണ ഇന്നത്തെ പോൾ ബ്യൂറോ യോഗത്തിലാണ് ഉണ്ടാകേണ്ടത്. സാങ്കേതികമായി അത് നിയമസഭാ കക്ഷി യോഗത്തിലാണ് നേതാവിനെ തിരഞ്ഞെടുക്കേണ്ടത് എങ്കിൽ പോലും പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു ധാരണയുണ്ടാകും. കാരണം പിണറായി വിജയൻ പോളിറ്റ് ബ്യൂറോ അംഗമാണ്, ഏറ്റവും മുതിർന്ന പോളിറ്റ് ബ്യൂറോ അംഗമാണ് അദ്ദേഹം ഉള്ളത്. ഈ വിഷയത്തിൽ പിണറായി വിജയൻ തന്നെ തുടരട്ടെ എന്ന നിലപാടുള്ളവർ ചൂണ്ടിക്കാണിക്കുന്ന മാതൃക എന്നുള്ളത് നേരത്തെ 2011 VS അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവായി തുടർന്നതാണ്. മുഖ്യമന്ത്രിയായതിനു ശേഷം അദ്ദേഹം പ്രതിപക്ഷ നേതാവായി തുടരുകയും ഒരു പ്രതിപക്ഷ ഉപനേതാവ് കൂടി ഉണ്ടാവുകയും ചെയ്തിരുന്നു. ആ സാഹചര്യം തെരഞ്ഞെടുപ്പിനെ നയിച്ച അല്ലെങ്കിൽ മുൻപ് മുഖ്യമന്ത്രിയായിരുന്ന നേതാവ് തന്നെ പ്രതിപക്ഷ നേതാവായി തുടരുന്നതാണ് ഗുണം ചെയ്യുക എന്നും പ്രതിപക്ഷത്തിന് വേണ്ടി പ്രതിരോധമൊരുക്കാൻ അത് ഗുണം ചെയ്യും എന്നുമാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇന്നത്തെ പോൾ ബ്യൂറോ യോഗത്തിൽ അത് സംബന്ധിച്ചുള്ള ധാരണയുണ്ടാകും. ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പ് പരാജയം സംബന്ധിച്ചുള്ള പ്രാഥമിക അവലോകനമായിരിക്കും ഇന്ന് നടക്കുക പോൾ ബ്യൂറോ യോഗത്തിൽ. ഇക്കാര്യത്തിൽ വിശദമായ ചർച്ചകൾ തുടർന്നുള്ള യോഗങ്ങളിലായിരിക്കും നടക്കുക. 2 ദിവസത്തെ പോൾ ബ്യൂറോ യോഗത്തിന് ശേഷം സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന സമിതി യോഗങ്ങളും അടുത്ത ദിവസങ്ങളിൽ ചേരുന്നുണ്ട്. അതിനുശേഷം ബ്രാഞ്ച് തലത്തിലുള്ള ചർച്ചകൾ നടക്കും. എന്തായാലും യോഗത്തിൽ പങ്കെടുക്കുന്നതിനായി പിണറായി വിജയൻ ഒപ്പം തന്നെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ എന്നിവർ ഡൽഹിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. പതിവായി അദ്ദേഹം പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കെ ഈ കൊച്ചിൻ പാലസിലാണ് താമസിക്കാറുള്ളത് എങ്കിൽ ഇത്തവണ അദ്ദേഹം കൊച്ചിൻ പാലസ് വേണ്ട, ഒഴിവാക്കണമെന്നും കേരള ഹൗസ് താമസ സൗകര്യം ഒരുക്കിയാൽ മതി എന്നും നേരത്തെ അറിയിച്ചിരുന്നു. അതനുസരിച്ച് കേരള ഹൗസിലെ 204 നമ്പർ മുറിയിലാണ് അദ്ദേഹത്തിന് താമസ സൗകര്യം ഇത്തവണ ഒരുക്കിയിരിക്കുന്നത്. അദ്ദേഹം കാവൽ മുഖ്യമന്ത്രിയായി തുടരുകയാണെങ്കിൽ പോലും കൊച്ചിൻ ഹൗസ് ഒഴിവാക്കി കേരള ഹൗസിലെ മുറിയിലേക്ക് മാറിയിരിക്കുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ്. എന്തായാലും CPIയുടെ അവലോകന യോഗത്തിലും കടുത്ത വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ട് ദേശീയ കൗൺസിൽ യോഗത്തിൽ എന്നാണ് നിലവിൽ ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ. ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഇന്ന് പൂർത്തിയാകും. കൂടുതൽ വിവരങ്ങൾ, വിമർശനങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ഇന്നത്തെ പ്രതീക്ഷിക്കാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.